മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമാണത്. നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗ് വളരെ മാന്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അവർ പറയുന്നതെല്ലാം വളരെ മതേതരമായിരിക്കും. എന്നാൽ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിലും പള്ളി കമ്മിറ്റി മഹല്ല് ഗ്രൂപ്പുകളിലും മദ്രസ കമ്മിറ്റികളുടെ ഗ്രൂപ്പുകളിലും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയത, അത് മുസ്ലിം ജനവിഭാഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നതാണ്. നമ്മളുടെ ആളുകൾ മഹല്ല് കമ്മിറ്റിയിലൊന്നും വളരെ സജീവമല്ല, മദ്രസ കമ്മിറ്റിയിൽ സജീവമല്ല. ആകെ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഈ പ്രചരണം ഇതിങ്ങനെ ശക്തമായിട്ട് വരുമ്പോ ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് കരുതി അവര് അർത്ഥഗർഭമായ മൗനം അവലംബിക്കും. മഹല്ല് കമ്മിറ്റിയിൽ നമ്മൾ വല്ലതും ഇടാറുണ്ടോ? മദ്രസ കമ്മിറ്റിയിൽ ഇടാറുണ്ടോ? എന്നാ അവരതൊക്കെ ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാകുമ്പോത്തിന് ആകെ നോക്കിയാല് പച്ചക്കൊടി, ഇസ്ലാമും PM ശ്രീ, അത് ഇത് എന്ന് പറഞ്ഞ് എല്ലാം അതിൽ കൊണ്ടുവന്നിടുകയും RSSും അതാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടില്ലേ? KT ജലീല് ലീഗിനെതിരെ പറഞ്ഞതിൽ ഒരു വരി പോലും തെറ്റില്ല. 1000 വട്ടം ശരിയുള്ള കാര്യമാണ് KT ജലീല് ഈ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പിന്നെ KT ജലീല് RSSനെതിരെ പറഞ്ഞത് അനാവശ്യമാണ്, അതിലൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ആ സാധുവിന്റെ ഗതികേട് കൊണ്ടാണ് RSSനെതിരെ ഇത്തരത്തിൽ പറഞ്ഞു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, RSSനെതിരെ പറയാതെ മുസ്ലിം ലീഗിനെതിരെ മാത്രം പറഞ്ഞാൽ സംഖ്യയാക്കി കാണും, അല്ലെങ്കിൽ ജിഹാദി അൻസാരിയൊക്കെ രംഗത്തെത്തി KT ജലീലിന് കുറി തൊട്ട് കൊടുക്കും. അത്തരത്തിൽ ഗതികെട്ട രീതിയിലാണ് ഇപ്പോ കേരളത്തില് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. UDF ഭരിക്കൽ തുടങ്ങിയത് സമയത്തെ ഈ അൻസാരിയൊക്കെ ആ ജിഹാദിയൊക്കെ ആരെയും എന്തും ചെയ്യും. അതൊക്കെ ആ തിരിച്ചറിവോട് കൂടിയിട്ടാണ് KT ജലീല് RSSനെതിരെ പേരിനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ KT ജലീൽ ആഞ്ഞടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിനെതിരെയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് KT ജലീൽ പറഞ്ഞത് 1000 തവണ ശരിയുള്ളതാ. ഒരു മുസൽമാൻ എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഒരു മഹല്ല് കമ്മിറ്റി എടുത്താൽ അതിന്റെ പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പറും ഒരേപോലെയുള്ള വാർഡുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിലൂടെ പച്ചക്ക മുസ്ലിം ലീഗ് വർഗീയത കടത്താറുണ്ട്. മുസ്ലിം ലീഗ് മതം തന്നെയാണ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് അത് ഫ്ലെക്സ് ബോർഡ് മതേതരത്വം മാത്രമാണ്. അവർക്ക് ആ ഫ്ലെക്സിൽ മാത്രമേ മതേതരത്തുള്ളൂ, മറ്റൊന്നിലും അവർക്കൊരു മതേതരത്വം ഇല്ല. മലപ്പുറത്ത് അവർ ജയിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ സംവരണ സീറ്റിൽ വെച്ചിട്ട് എവിടെയെങ്കിലും അവർ മറ്റു മതത്തിലുള്ള ആളുകളെ വിജയിപ്പിച്ചിട്ടുണ്ടോ? ലളിതമായ ചോദ്യ. ഒരു 10% മറ്റു മതത്തിലെ ആളുകൾക്ക് അവർ സീറ്റ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ വളരെ വളരെ വലിയ യാഥാർത്ഥ്യങ്ങൾ തെളിവ് സഹിത നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇനി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ഒരു കണക്ഷൻ അതും KT ജലീല് തുറന്നടിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. നമ്മളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, ലീഗ് തിരക്കിടില്ല, ഓൽ അങ്ങനെ വർഗീയല്ല, ഇങ്ങനെ വർഗീയല്ല. ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഈ ഓരോ വാക്കും ആശയവും അതിന്റെ ആന്തരാർത്ഥത്തിലും ബാഹ്യാർത്ഥത്തിലും മുസ്ലിം മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ലീഗിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാതെ നമുക്ക് ഈ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ കേട്ടില്ലേ? വളരെ വലിയ യാഥാർത്ഥ്യങ്ങളല്ലേ പച്ചക്ക് KT ജലീൽ വിളിച്ചു പറയുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ജനങ്ങളിലേക്ക് മതവർഗീയപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് മുസ്ലിം ലീഗ, അടിച്ചേൽപ്പിക്കുന്നത് മുസ്ലിം ലീഗ, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് തന്നെ പച്ചവർഗീയതയല്ലേ? KT ജലീൽ ഈ അടിച്ചിട്ടുള്ളത് തന്നെയാ വളരെ വലിയ യാഥാർത്ഥ്യം. ഇന്നലകളിലെ മുസ്ലിം ലീഗ് എന്തായിരുന്നു ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിരന്തരം മുസ്ലിം ലീഗ് ഇന്നലകളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട്? ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നടക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചത് കേരളത്തിൽ തന്ത്രപരമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ? മുസ്ലിം ലീഗ് പച്ചക്ക് മതം പറഞ്ഞ് തന്നെയാ കേരളത്തിൽ ഇപ്പോ അധികാരത്തിൽ തുടരുന്നത്. അത് തുറന്നു പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വരുന്നില്ല.
കെ ടി ജലീൽ രംഗത്ത് വന്നതുപോലെ ഈ രംഗത്ത് വരണോ? ഈ രംഗത്ത് വരാൻ പോലും കേരളത്തിൽ ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ ഇപ്പൊ ഭയ. കാരണം എന്താ? മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോഴേക്കത് മതത്തിനെതിരെയോ എന്ന ഇരവാദവുമായിട്ട് അൻസാരിമാര് മുതൽ കേരളത്തിൽ ഇപ്പോ പാഠാപോരുതാൻ രംഗത്തിറങ്ങുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മുടെ പൊതുസമൂഹം. ഇപ്പൊ മുസ്ലിം ലീഗ് ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോഴേക്ക് അത് ഇന്ന മതത്തിനെതിരെയോ എന്ന രീതിയിലേക്ക് ലീഗിന്റെ ആളുകൾ എത്തിക്കുന്നുണ്ട്. അതിന് കൊട്ടേഷൻ അൻസാരി ഏറ്റെടുത്തിട്ടുണ്ട്. സകല മലയാളികളും തിരിച്ചറിയാ, കെ ടി ജലീൽ പറഞ്ഞതുണ്ടല്ലോ, വളരെ വലിയ യാഥാർത്ഥ്യ. മുസ്ലിം ലീഗ് ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പൊക്കെ മുസ്ലിം ലീഗ് കൃത്യമായിട്ട് പച്ചക്ക് വർഗീയത നിരന്തരം തുപ്പിയ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ വലിയ രീതിയിലേക്ക് പൊട്ടി തകർന്നു പോയിട്ടുള്ളത്. യാഥാർത്ഥ്യ മുസ്ലിം ലീഗിന്റെ പച്ചക്കുള്ള വർഗീയത അത് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഇത്തരം ആളുകൾ കൃത്യമായിട്ട് പച്ചക്ക് ഈ സാധനം തുപ്പിയത് കൊണ്ട് തന്നെയാ UDF 100-ലധികം സീറ്റുമായിട്ട് രംഗത്തെത്തിയത്. നമ്മൾ ഈ പറയുന്നത് വളരെ വലിയ യാഥാർത്ഥ്യ. കെ ടി ജലീൽ പറയുന്നത് യാഥാർത്ഥ്യ. കെ ടി ജലീലൊക്കെ ഇന്നലകളിൽ തന്നെ ഇതൊക്കെ വിളിച്ചു പറയേണ്ടിയിരുന്നു. മുസ്ലിം ലീഗിന്റെ വർഗീയതയാന്ന്. മുസ്ലിം ലീഗ് എന്തോ മതേതര ഗുഡ് സർട്ടിഫിക്കറ്റാ. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും, അതായത് ഇടതുപക്ഷമൊക്കെ വലിയ വലിയ മതേതരക്കാരെന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് സ്വന്തം മണ്ടക്ക് കിട്ടിയപ്പോ ഇപ്പൊ കെ ടി ജലീലിനൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. തുറന്നടിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാറുള്ളതും ഈ കെ ടി ജലീലാണ് എന്നുള്ളതാണ് മറ്റൊരു വളരെ വലിയ യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും മുസ്ലിം ലീഗ് ഒന്നും മതേതര സർട്ടിഫിക്കറ്റ് ഉയർത്തിപ്പിടിക്കാനൊന്നും ഒരു അർഹതയും മുസ്ലിം ലീഗിനൊന്നുമില്ല. പച്ചക്ക് മതം പറഞ്ഞു, മതം ഉയർത്തിപ്പിടിച്ചു തന്നെയാ മുസ്ലിം ലീഗ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തില് ഇവർ മതേതരത്വമാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ ഇവരാ മതത്തിന്റെ പേരൊന്ന് എടുത്തു മാറ്റട്ടെ. നമ്മുടെ ക്യാമ്പസുകളിൽ ഇവരെത്ര വലിയ നിറകേടാണെന്നോ ചെയ്യുന്നത്. നമ്മുടെ പുതുതലമുറ പഠിക്കുന്ന നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ ഓരോ ക്യാമ്പസിലും MSF എന്നൊരു പറയുന്നൊരു വിദ്യാർത്ഥി സംഘടന വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഫോം എന്താ? മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. നമ്മുടെ പുതുതലമുറ പഠിക്കുന്ന നമ്മുടെ കലാലയങ്ങളിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരാ മുസ്ലിം വിദ്യാർത്ഥി സംഘടന. എന്തൊരു അവസ്ഥയാ! ഓരോ മലയാളി ചിന്തിക്കണോ? എന്നിട്ട് ഇവര് വർഗീയതക്കെതിരെ ഞങ്ങൾ എന്ന് പറയുമ്പോ കുറെ മൊണ്ണകൾ അതിന് കൈയടിക്കും. പച്ച വർഗീയവാദികളാണ് മുസ്ലിം ലീഗ്. അതിപ്പോഴെങ്കിലും കെ ടി ജലീലൊക്കെ പച്ചക്ക് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നതിൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.